ചാനൽ. ഇന്ന് ഏപ്രിൽ 23 ആണ് കേട്ടോ. അപ്പോൾ ഇന്നല്ല നാളെ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കറണ്ടില്ല. കാരണം ഇന്നലെ പോയതാണ്. ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ കുറേ മരങ്ങളും അതും ഇതൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. സോ അതൊക്കെ റെഡിയായി വരണമെങ്കിലൊക്കെ ഒരു 3 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവാണ്. കാരണം അവിടെ ആ ഭാഗത്തുനിന്ന് ഒരു കറണ്ട് പോലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇൻവെർട്ടറിലാണ് ഈ ലൈറ്റും ഫാനൊക്കെ ഓടുന്നത് തന്നെ. അത് എത്ര നേരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നോ ഐഡിയ. ഇനി പാക്ക് ചെയ്യാനായിട്ടുണ്ട്. ഞാനൊന്നും പാക്ക് ചെയ്തിട്ടില്ല. കാരണം വീട്ടിലധികം ഉണ്ടായിരുന്നില്ല. ഫുൾ സാധനങ്ങൾ വാങ്ങാൻ നടക്കലാണെങ്കിലും ഓരോരോ കാരണങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഇതുവരെയായിട്ട് എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പുതിയ വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പട്ടാറാവും. സോ അതിന് മുന്നേ നമുക്ക് പോയി പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ റൂമിലാണെങ്കിലും കുറച്ച് നേരം ലൈറ്റും ഫാനൊക്കെ ഇട്ടപ്പോൾ ഇൻവെർട്ടർ അങ്ങോട്ട് ഓഫായി. നമ്മളങ്ങനെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടാണ് കുറേയൊക്കെ പാക്ക് ചെയ്തത്. പറഞ്ഞാൽ ഇതെനിക്ക് രാവിലെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് വരില്ലായിരുന്നു. ഞാൻ നാളെ പോകുമ്പോൾ കുളിച്ച് മാറ്റാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാനൊരു കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പാക്കിങ് ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിഞ്ഞു. ഉപ്പാട് ഉമ്മാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉപ്പാടെ ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ പോലും ഉപ്പാടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉപ്പാക്ക് അത്രയധികം സാധനങ്ങൾ പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ ഇക്കാടെ വീട്ടിലോട്ട് വന്നതാണ്. ഈ ഫ്രണ്ടിലുള്ളത് എൻ്റെ രണ്ടാമത്തെ ഇക്കാടെ വീടാണ്. ബാക്കിലുള്ളത് മൂത്ത ഇക്കാടെ വീടാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീക്കാനായിട്ട് നല്ല മടി ഉണ്ടായിരുന്നു. കാരണം ഉറക്കൊന്നും തീരെ കിട്ടാത്തതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എങ്ങനെയൊക്കെയോ എണീക്കും. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഇക്കാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഉറക്കക്ഷീണം മര്യാദയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമീർത്തിയും ഫർസത്തിയും എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത്. വന്നാൽ മുതൽ എൻ്റെ അതുപോലെ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അവനെ കൊണ്ടുപോകാനും പറ്റൂലല്ലോ. അങ്ങനെ അവനോടൊക്കെ ഒരു വിധത്തിൽ ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് മോനിങ്ങനെ കരയാനപ്പോൾ നമുക്ക് നല്ല വിഷമമായി. കാരണം നമ്മളെ കൂടെ ഇത്രയും ദിവസം അവനുണ്ടായിട്ട് പെട്ടെന്നില്ലാതാകുമ്പോൾ ഒരു സങ്കടമായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായാലും ഒരുങ്ങി റെഡി ആയതല്ലേ. സോ അപ്പോൾ കുറച്ച് പട്ടിഷോളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ വണ്ടിയൊക്കെ ചാർജ് ചെയ്തു. ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ കോയമ്പത്തൂർക്ക് പോണ വഴിയിൽ മറ്റേ ഒരു ട്രാവൽ ലോഞ്ച് ഉണ്ട്. സോ അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ബിക്കോസ് ഫോണല്ല കേട്ടോ, കാറ് ചാർജ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഫ്രഷ് ഒക്കെ ആവണം. അപ്പോൾ അതിന് വേണ്ടി നിൽക്കണം. സോയാ നല്ല വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു ഇഡ്ഡലിയും പിന്നെ അതുപോലെ ഒരു വടയും കഴിച്ചുള്ളൂ. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല രസമാണ് ഇവിടെ. നമുക്ക് ബേക്കറി ഐറ്റംസ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ടൈമാണ്. ഇതെടുക്കണോ? ഇത് ഉറക്കം വരൂല എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞു. അങ്ങനെ സ്നാക്സ് എടുക്കാൻ വന്നിട്ടാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല. ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഡയറ്റിലാണ്. അതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഡൽഹിയിൽ പോയിട്ട് കഴിക്കേണ്ടി വരും. സോ ഇപ്പം ഞാനൊന്നും എടുക്കുന്നില്ല. എന്താ പറയാനുള്ള ഹായ്. ഇപ്പൊ എന്താ ഡീസെന്റ് ആയിട്ട് ഇരിക്കണേ? നേരത്തെ വരുന്നില്ലല്ലേ? നാഗവല്ലി ആയിരുന്നു കേക്കല്ല. ഒന്നും കൂടി ഞാനൊരു പെപ്സി പൊട്ടിച്ച് കുടിക്കുകയാണ്. അടിപൊളി. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്ത് ഐറ്റം
ഈ നെസ്കഫേൻ്റെ ക്യാpuccino ആണ്. I'm going to try this. നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി. പക്ഷെ നമ്മൾ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം നടന്നു. ബിക്കോസ് അവിടെ ഫ്രണ്ടിൽ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിലോട്ട് അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഞാൻ പിടിച്ചോളാം, നോ പ്രോബ്ലം. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ആയി എടുത്ത് വന്നപ്പോഴാണ് ഉപ്പാക്ക് ഒന്നും കൂടി ഒരു ഡൗട്ട്, കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഉപ്പ നേരം പോയി കാറൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വന്നു. അങ്ങനെ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉപ്പയും അവിടെ നിന്ന് എന്തൊരു മസാല ദോശയും കാര്യങ്ങളൊന്നും കഴിച്ചു. എനിക്കതൊന്നും കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പപ്സ് ഞാൻ മേടിച്ച് കഴിച്ചു. ഡെസേർട്ട് ഉണ്ട്, പിന്നെ ഒരു ബോട്ടിൽ ബാറ്റുണ്ട്, കട്ട്ലറീസ് ആണ്. ആൻഡ് ഇതെന്താണെന്ന് ഇല്ല, ഒരു ബണ്ണാണ്. സോ ഇതെന്താ അവസ്ഥ അറിയില്ല. ബണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കണ്ടാണോ അറിയില്ല. എനിക്കാണെങ്കിൽ കുറച്ച് നേരത്തെ ഉറക്കം വന്നു, ഞാൻ ഉറങ്ങി. എന്നിട്ട് പക്ഷെ കോഫിയും ചായയൊക്കെ കൊണ്ടുവന്നപ്പോൾ എണീറ്റു. പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ നമ്മളിപ്പോൾ സമയം എന്ന് പറയുമ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരു 6 മണി ഒക്കെ സമയമാകുമ്പോൾ നമ്മൾ ഇൻഷാല്ലാ 6:30 ഒക്കെ ആ സമയമാകുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യും ഇൻഷാല്ലാ. പിമ്മക്കൂടെ നല്ല ഉറക്കമാണ്, പിമ്മക്കൂടെ നല്ല ഉറക്കം കയറും. ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ ഒമാനിൽ പോയി വരുന്ന സമയത്ത് മറ്റു ടർബുലൻസ് കാരണം ഫ്ലൈറ്റ് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തായിരിക്കും. അതിന് പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ കുറച്ചൊരു ടെൻഷനാണ്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഇനി ലാൻഡിങ് ചെയ്യുന്ന സമയത്തൊരു ടെൻഷൻ ഉണ്ടാവും. സമയമാണ് ഞാനിപ്പോൾ ഇന്നൊരു പിമ്പിൾസ് ഒക്കെ പോലെ. എൻ്റെ ഫോണിലാണെങ്കിൽ തീരെ ചാർജ് ഇല്ല, ഒരു 11% കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ചാർജിങ് ഉണ്ട്, പക്ഷേ ഇത് മറ്റേ ടൈപ്പാണ്. മറ്റേ സാധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിലുണ്ടായിരുന്ന ചാർജർ എന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പാണ്. അത് ഇതിന് സ്യൂട്ട് ആവില്ല. സോ ഫോണിൽ ചാർജില്ല. ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് ചാർജൊക്കെ കുറേയൊക്കെ പോയി ഇറങ്ങിപ്പോയി. ഞാൻ ആകെ 60% കേട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോൾ. പിന്നെ വഴി നടയിൽ കേട്ടില്ല, സമയം കിട്ടിയില്ല. ഫുൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ സമയം കിട്ടിയില്ല. ശരിയാണ്. അജുവിനും അടിയനെയൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. സോ അവരുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാണ്. അതേപോലെ അലിയും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇൻഷാല്ലാ അതിൻ്റെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവരെയും കൂടെ എനിക്ക് സൺലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ സൺലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ കറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇരിക്കുന്നത്. യൂഷ്വലി ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ പോകില്ലേ, രാത്രി അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ ആ സമയത്ത് ഉച്ച സമയത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. സോ അങ്ങനെ എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പാനോടും ഉമ്മാനോടൊക്കെ കുറേ നേരമൊക്കെ സംസാരിച്ചു. പിന്നെ കുറേ അങ്ങോട്ട് നോക്കിയിരുന്നു, എന്തൊക്കെയോ ആലോചിച്ചു.
പിന്നെ ഫോണെടുത്തു, കുറേ വീഡിയോസ് എടുത്തു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ബണ്ണും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു സംഭവമായിട്ട് എന്താ സംഭവം എന്നുള്ളതായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഡെസേർട്ടാണ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമായത് ഡെസേർട്ടാണ്. പക്ഷെ കോഫി പിന്നെ ഒന്നിനും കൊള്ളൂല, ഒന്നും പറയാനായിട്ടില്ല അതിനെ പറ്റിയിട്ട്. പിന്നെന്താ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു പഠിക്കാൻ തോന്നുന്നു. സോ ദാറ്റ്സ് വൈ ടേക്കിംഗ് എ വീഡിയോ റൈറ്റ് നൗ. അതുപോലെ നല്ല മിസ് ചെയ്യുന്നത് ബിക്കോസ് അവർ നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ അവനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റിയില്ല. അവന് വരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു വിഷമം. പിന്നെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര ഫുള്ള് സൈലൻ്റ് ആണ്. നമ്മൾ അതിലേക്ക് നമ്മൾ നോക്കണമെന്നില്ല.